മിണ്ടരുത്. ആർക്കായാലും റെസ്റ്റ് ഒക്കെ വേണം. നമ്മൾ അന്നാത്തരാണ് നമ്മൾ മനുഷ്യന്മാരാണ് റോബോട്ടിന് എപ്പോഴും ഇങ്ങനെ വീടെടുത്തോണ്ടിരിക്കാനായിട്ട്. ചെറിയൊരു ബ്രേക്ക് എടുത്താൽ ഈ സത്യമായിട്ടു ഞാൻ ബ്രേക്ക് എടുക്കൂല. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോയില് നമ്മൾ പോകാൻ വേണ്ടി പോകുന്ന സ്ഥലം എവിടെയാണെന്നറിയാമോ? എന്റെ ബാക്കിൽ കാണുന്ന ഈ ഗുഹയല്ല, ഈ ഗുഹ. നമുക്ക് നേരെ പോവാം. ഓരോരുത്തരായിട്ട് വൈദ്യുതി മാതിരി പഞ്ചായത്ത് വോട്ടുകൾക്ക് എല്ലാം കഷ്ണം കിട്ടിയാണൊക്കെ എന്നെ ഒന്ന് കടിച്ച് പറിക്കണം. നാണില്ലാത്തവൻ. അല്ലേ, ഒരുത്തം മതി. എല്ലാവരും കൂടി ഇങ്ങനെ വന്നില്ല. നാണില്ലാത്തവന്മാര് വന്നു നോക്കുകയാണ്. സ്കെൽട്ടൻ വന്നു പണ്ടായാലും. എനിക്ക് ഇത് ഇഷ്ടമില്ലാത്ത ഈ സ്ലൈം സ്കെൽട്ടണൊക്കെയാണ് നമുക്ക് പിന്നെയും പറഞ്ഞ് മനസ്സിലാക്കാൻ ഒരു ഇൻവെർട്ടറാണ്. ഈ സ്ലൈം ആണെങ്കിൽ ഒരെണ്ണമൊന്നുമല്ല, 10-12 എണ്ണമായിട്ട് വരും. ബൈ ഈ ഇപ്പോൾ ഉള്ള എൻ്റെ ഈ വേൾഡ്, അതിനെപ്പറ്റി പറഞ്ഞുതരാം. സംഭവം എന്താ വെച്ചിട്ടുണ്ട്, ഞാൻ വേൾഡ് ഒരു ദിവസം വേൾഡ് മൈൻക്രാഫ്റ്റ് കളിച്ചാണ്. അപ്പോൾ മൈൻക്രാഫ്റ്റ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ചൊക്കെ ഗ്യാതേർഡായി, കുറച്ച് ഗ്യാതേർഡായിട്ടുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇത്ര കയ്യിൽ പിന്നെ റെക്കോർഡ് ചെയ്യാൻ കണ്ടന്റ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ തുടങ്ങിയതാണ്. കുറച്ച് ഗ്യാതേർഡായിട്ടുള്ളൂ, കുറച്ച്. ഇപ്പം എന്തായാലും നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഈ റിവ്യൂവിൻ്റെ അടുത്തുനിന്നാണ് ഞാൻ വന്നത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കുറച്ച് അയണെല്ലാം എടുത്തിട്ട് ഫുൾ അയൺ ആർമർ ആക്കണം. ഇന്നത്തെ ഗോൾ അതാണ്. യെസ്, നമുക്ക് ഫുൾ അയൺ ആർമർ ആകണം. എന്നിട്ട് ബാക്കി പരിപാടികൾ ബേസ് ക്രിയേറ്റ് ചെയ്യണം. ഒരു ചെറിയ ബ്ലോസ് ഉള്ള സ്ഥലമുണ്ട്, അവിടുന്ന് എനിക്ക് കുറച്ച് സാപ്ലിങ് എല്ലാം എടുക്കണം. അതെല്ലാം എടുത്തിട്ട് ഞാൻ അവിടെ ഇട്ടൊരു ബേസ് സെറ്റ് ചെയ്യും. അതാണ് പ്ലാൻ. ഞാൻ ഇപ്പോഴെ കുറച്ചൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ബൈ ഈ സർവൈവൽ സീരീസിന്റെ പേര് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. വേറൊന്നല്ല, മുജീബ് ക്രാഫ്റ്റ് എന്നായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നു. കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ട്, വേറെ നല്ല പേരൊന്നും കിട്ടിയില്ല. ഇതങ്ങ് എടുത്ത് ഇമോട്ട് ഇടാനൊക്കെ ഓപ്ഷൻ വന്നേക്കുന്നു. ഞാൻ നെക്കിയതും കൂടി ഇട്ടത്. ഹെൽത്ത് കേറ്. ഞാൻ ഫാൻ ഇട്ടിട്ടില്ല, ചൂടെടുക്കണ്ട എനിക്ക് നന്നായിട്ട്. ഈ റിവ്യൂവിന് നമുക്ക് അത്യാവശ്യത്തിന് അയണെല്ലാം കിട്ടും കേട്ടോ. ഇപ്പൊ തന്നെ എൻ്റെ 28 എണ്ണ. ഇനി കുറച്ചും കൂടി എടുക്കണം. എനിക്കൊരു തോന്നുന്നൊരു ഫുൾ അയൺ ആർമർ ആകാറുള്ള സാധനമൊക്കെ ആയിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ കുറച്ചും കൂടി വേണ്ടി വരും. ബൈ എനിക്കൊന്ന് മേളിലേക്ക് പോകണം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ കുയിൽ പെട്ടിട്ട് 3-5 ദിവസം ഇവിടുന്ന് എനിക്ക് ഈ സാധനങ്ങളൊക്കെ ആയിട്ട് മേളിലേക്ക് പോകാൻ ഇതുവരെയും പറ്റിയിട്ടില്ല. ഞാൻ ഒരു പ്രാവശ്യം ശ്രമിച്ചതാ, അപ്പം ഞാൻ വല്ലാണ്ടങ്ങ് മേളിലേക്ക് പോയി. പിന്നെ എൻ്റെ ഗോൾഡൻ ഹവർ സീരീസ് അത് എന്താ വെച്ചിട്ട് എന്തോ ഒരു പ്രശ്നം വന്നിട്ട് എനിക്ക് ആ സെർവറിലേക്ക് വീണ്ടും ലോഗിൻ ചെയ്യാനായിട്ട് പറ്റിയില്ല. അതാണ് നമ്മൾ സെക്കൻഡ് എപ്പിസോഡിലൊക്കെ ആക്കാതിരുന്നത്. അപ്പോൾ സോംബി വെച്ചിട്ട് നമുക്ക് ഒന്ന് ഉറങ്ങിയൊന്ന് നേരം വെളുപ്പിക്കട്ടെ. കുറെ നേരെ രാത്രി. നട്ടുച്ചയായിട്ട് സുപ്രഭാതം എന്ന് പറയുന്ന ഞങ്ങൾക്ക് വേഗം ബാക്കി ഈ ഉളുപ്പെന്ന് പറഞ്ഞ സാധനമുണ്ട്. അതെന്താ അറിയോ,
അവന്മാര് വന്നേക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു 2 വട്ടം ഞാൻ ഡ്രാഗനെ കൊന്നിട്ടുണ്ട്. ഒന്നെൻ്റെ ഇതെൻ്റെ സ്റ്റൈലിൽ അതിടും ആ സർവൈവൽ സീരീസിലും പിന്നെ എൻ്റെ ലെറ്റ്സ് പ്ലേ സീരീസിലും. അത് ഞാൻ യൂട്യൂബ് ചാനലൊന്നും ഇട്ടിട്ടില്ല. ഞാൻ വെറുതെ എൻ്റെ പണ്ടത്തെ ഒരു ഇതില്ലേ, എന്തായിരുന്നു പേര്, ഞാൻ പണ്ട് കളിച്ചുകൊണ്ടിരുന്നൊരു സർവറിലാണ്. അപ്പോൾ എനിക്കെന്തോ ചൂടെടുക്കണ്ടേ, ഫാൻ ഓഫ് ചെയ്തിട്ടേക്കാണ്. കാരണം അല്ലെങ്കിൽ തന്നെ ഞാൻ പറയുന്നത് പകുതി കേൾക്കുന്നില്ല. ഇത് ഞാൻ എങ്ങനെയെങ്കിലും മേളിലേക്ക് പോകാൻ നോക്കുന്നു. ഇപ്പോൾ സോമ്പി നമുക്ക് 7 റിവീൻ്റെ അടുത്ത് എവിടെയെങ്കിലും ബേസ് കിട്ടണം. അതായത് റിവീൻ്റെ അടുത്താകുമ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും മൈനിങ്ങിന് വേണ്ടി വരാം. ഞാൻ അണ്ടർഗ്രൗണ്ട് ബേസാണ് നോക്കുന്നത്. അണ്ടർഗ്രൗണ്ട് ബേസ് ബിൽഡ് ചെയ്തതിന് അത്ര ലാഭമായി. ഞാൻ ശരിക്കും ടാക്ടിക്സ് യൂസ് ചെയ്തുകൊണ്ടാണ് MLG ട്രിക്സ്. ബൈ ദ വേ എനിക്കിനി കുറച്ചും കൂടി അയണെല്ലാം എടുക്കണം. അതിപ്പോൾ അവിടെ കുറച്ച് അയൺ കാണുന്നുണ്ട്. നമുക്ക് അത് പോയി എടുക്കാം. അവിടെ എല്ലാ ആവശ്യത്തിന് അയൺ ഉണ്ടായിട്ടും ഞാൻ അവിടെ തന്നെ പോയി എടുക്കുന്നത് കുറച്ച് അഹങ്കാരമല്ലേ? അതല്ല, ഇത് വരുത്താൻ അവിടെ സൺ ബ്രീത്തിങ് യൂസ് ചെയ്ത് വരുന്നുണ്ട്. അത് ഇത് കത്തിച്ചെരിഞ്ഞ് വരുന്നുണ്ട്. അവനിപ്പം ഓക്കെ. എന്തായാലും ഒരു കാര്യം നന്നായി, സോംബികൾക്ക് വെയിലിനെ കോങ്കർ ചെയ്യാനായിട്ടുള്ള അവിടെ ഇതില്ലാത്തത് നന്നായി. അല്ലെങ്കിൽ ഞാൻ ശരിക്കും മൂഞ്ചിയനെ. അപ്പോൾ ഇത് ഇവിടെ നിന്ന് എടുത്തു മാറ്റാം. കാരണം എനിക്കെന്തോ എന്നെ മാറ്റി നിർത്തിയിട്ട് അവിടെ നിന്ന് ABC എടുത്ത് കളിക്കണം. നാണില്ലാത്തവന്മാര്. നാണില്ലാത്തവന്മാരെ എല്ലാവരും കൂടി എനിക്ക് പോടാ. ഓക്കെ, അത് കിട്ടിയല്ലോ. ഇതേ ആ സോംബിയുടെ കയ്യിൽ. എൻ്റെ ക്ഷമനെ പരീക്ഷിക്കരുത്. വേണ്ടെന്ന് വെച്ചപ്പേ ചെറുക്കന്മാർ തലയൊന്ന് നിരങ്ങുന്നു. തലയിലൊന്ന് നമ്മളുടെ ഓപ്പൺ കണ്ടം സ്റ്റോർ താങ്കളല്ലേ ജീവിച്ച് പൊക്കോട്ടെ എന്ന് വിചാരിച്ചു. പോടാ മോനെ, ഞാൻ കുഞ്ഞിരിക്കും. എൻ്റെ ഒരു ഫീൽഡുണ്ട്. ഈ ഷീൽഡുള്ള കാരണമാണ് ഞാനിപ്പോഴും സർവൈവ് ചെയ്യുന്നത്. നമുക്ക് ഫസ്റ്റ് തന്നെ മൈൻക്രാഫ്റ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ വേണ്ടത് എനിക്ക് തോന്നുന്നു ഷീൽഡാണ്. ഫസ്റ്റ് തന്നെ വേണ്ടത് അതിനാണ്. എനിക്ക് എപ്പോഴും ഉള്ളൊരു ഡൗട്ടാണ്, ഈ കാറിൻ്റെ ഇത് പിങ്ക് ആണോ അതോ ലൈലാക്കാണോ? ഒന്നുമില്ല മോനെ, ഞാൻ ബീഫിനൊക്കെ എത്ര വില എന്ന് തീർച്ചയായിട്ടും ഒന്നുമില്ല. നമുക്ക് അതിനെപ്പറ്റി കുറച്ചൊന്ന് വിശദീകരിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് എവിടെയെങ്കിലും കൊണ്ടുപോയി ഫർണൻസ് വെച്ചിട്ട് ബാക്കിയുള്ള പരിപാടികളിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഞാൻ എല്ലാം സ്മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. സ്മെൽറ്റ് ആവട്ടെ. ഗൈസ്, ഞാൻ കറക്റ്റായിട്ട് 36 മരമാണ് അവിടെ കൊണ്ടുപോയിട്ടത്. അപ്പോഴത്തേക്കും അമ്മ ഒരു മഴ വൃത്തിയിട്ട് വർത്താനം പറയാം. ഇനി ഇതിൽ 35 മരേ ഉള്ളൂ. അപ്പോൾ നമുക്കത് പോയി നിന്ന് എടുക്കണം. അപ്പോൾ
ഈ സാധനം കണ്ട ഇതെന്താന്നറിയോ, ഇവിടെ എന്തോ വലിയൊരു മറ്റേ പുല്ലൊക്കെയുള്ള സ്ഥലം എന്നൊന്നും ഞാൻ പറയൂല. ഇത് എന്തോ ചെങ്ക് ലോഡായതിന്റെ പ്രശ്നം. ഇത് തീർന്നു. ഓക്കെ, ഇത് ഇങ്ങനെയാണ് 1 ബ്ലോക്ക് ഉണ്ടായത്. ഇപ്പൊ മനസ്സിലായില്ല ആരാ 1 ബ്ലോക്ക് ഉണ്ടാക്കിയെന്ന്. 1 ബ്ലോക്ക് സീരീസ് ഉണ്ടാക്കിയത് ബണ്ണിയാണ്, വേറെ ആരുമല്ല. സോ ഇപ്പൊ എനിക്ക് മനസ്സിലായില്ല മൈൻക്രാഫ്റ്റ് റിയൽ ഗോഡ് ആരാന്ന്. സുധിയല്ല എന്തായാലും ഞാൻ തന്നെ. ഇവിടെ കുറച്ച് ആടുകളുണ്ട്, നമുക്ക് കുറച്ച് മട്ടനൊക്കെ വേണം. മട്ടനൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ചില്ലാകാം മട്ടനൊക്കെ വെച്ചിട്ട്. KFC bro, we are just friends, nothing else. ഓക്കെ, നമുക്ക് ഈ KFC ഇട്ടിട്ടുണ്ട്. കുറച്ചും കൂടി KFC ഇവിടെ ഇങ്ങനെയൊക്കെ കാണേണ്ടതാണ്. അവിടെ കുറച്ചും കൂടി ഉണ്ട്. അത് KFC ഉള്ളത് മട്ടൻ ബിരിയാണി ഉണ്ട്. പ്രൊഫഷണൽ മൈൻക്രാഫ്റ്റർ ആയി ഞാൻ. അങ്ങനെ കുറച്ച് ആക്റ്റീവ് അങ്ങനെ മിണ്ടാതിരുന്നതിനൊന്നും നടക്കൂല. നമുക്ക് വല്ല മിണ്ടിയും പറഞ്ഞിരിക്കാടെ. ഓക്കെ, ആട് കണ്ടോ പാവം. ആടിന് പാവം എന്നിട്ട് അതിന്റെ മട്ടൻ എടുത്ത് തിന്നുകൊണ്ടിരിക്കുന്നു. നമ്മള് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ ടാക്ടിക്സ് കളികൾ നിങ്ങൾ കാണാൻ കിടക്കുന്നേ ഉള്ളൂ. പഠിച്ചവനെ എന്നെ കുയിലേക്ക് എത്തിക്കണേ. ചത്തേന അല്ല, അതെന്തായാലും എത്തിക്കും. പക്ഷെ അങ്ങനെയല്ല, കുയില് സ്പോണാണ്. അതാകുമ്പോ നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. സഫിക്കേറ്റ് ആയി ചത്താലോ, വീണ്ടും സഫിക്കേറ്റ് ആയി ചത്താലോ. പക്ഷേ ഇങ്ങനെ ഓർത്തിങ്ങനെയൊന്നും പാടില്ല. അത് ഫുൾ അയൺ ആർമർ. പ്രൊഫഷണൽ മൈൻക്രാഫ്റ്റർ. ഓക്കെ, നമ്മൾ കുറച്ച് പ്രൊഫഷണൽ ആവണം. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും വെച്ച് ഔട്ട്രോ എടുക്കാം. എന്നിട്ടും വെയിൽ നിർത്താടേ, കുറെ നേരമായില്ലേ. എനിക്കാണെങ്കിൽ ചൂട് എടുക്കുന്നുണ്ട്. കഴിഞ്ഞിട്ട് നമുക്ക് നിസ്കരിക്കാനുള്ളൊക്കെ. അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്ന പോലെ ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ. അപ്പൊ നിങ്ങളെ വെറുപ്പിക്കാനായിട്ട് ഞാനും എന്റെ വെറുപ്പീരാനായിട്ട് നിങ്ങളും വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ബൈ ബൈ.